നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് പകയാർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പ്രയോജനകരമായ ഒരു ടിപ്പ്, അല്ലെങ്കിൽ ഒറ്റമൂലി എന്ന് വേണമെങ്കിൽ പറയാം, പറഞ്ഞു തരാനാണ്. നമുക്ക് അബദ്ധവശാലൊക്കെ ശരീരഭാഗങ്ങളിൽ പൊള്ളലേൽക്കാറുണ്ട്. ഈ പൊള്ളലിനെ പറ്റിയ ഒരു മരുന്നാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമുക്കതിനായിട്ട് വേണ്ടത് വളരെ ചിലവ് കുറഞ്ഞ സാധനങ്ങളാണ്. ആദ്യമായിട്ട് വേണ്ടത് എള്ളെണ്ണ, പിന്നെ ഒരു ചെറിയ മൺപാത്രമാണിത്. ഇതുപോലുള്ള മൺപാത്രം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വീടുകളിലെ ചട്ടി, പൊട്ടിയ ചട്ടി, ഇതിൽ കുഴിയുള്ള ഭാഗമുണ്ടല്ലോ, അത് ആയാലും മതി. പിന്നെ വേണ്ടത് അല്പം ചുണ്ണാമ്പാണ്. ചുണ്ണാമ്പുണ്ടല്ലോ, വെറ്റ മുറുക്കുന്ന ചുണ്ണാമ്പ്, പിന്നെ ഒരു കോഴിത്തൂവൽ. ഈ 4 സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഈ മരുന്ന് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ നമ്മുടെ മൺപാത്രം എടുത്തു. എന്നിട്ട് നമ്മുടെ വിരലിൽ അറ്റത്ത് അല്പം ചുണ്ണാമ്പ് എടുത്തു. ഈ മൺപാത്രത്തിലേക്ക് അല്പം എന്ന് പറഞ്ഞാൽ ഒരു 10-20 തുള്ളി എള്ളെണ്ണ ഒഴിച്ചു. എള്ളെണ്ണ, നല്ലെണ്ണ എന്നൊക്കെ പറയും. എന്നിട്ട് ഈ ചുണ്ണാമ്പ് നമ്മൾ ഈ എണ്ണയിൽ മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭംഗിയായി മിക്സ് ചെയ്യണം. തരി ഒട്ടും കാണാൻ പാടില്ല. അതൊക്കെ തരി മൊത്തം പോകും. നമ്മൾ ഈ വിരലിൻ്റെ അറ്റം കൊണ്ട് നമ്മൾ ഇങ്ങനെ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഉരയ്ക്കുകയാണ്. ഇപ്പോൾ ഈ തരി കംപ്ലീറ്റ് പോകണം. ചുണ്ണാമ്പ് എന്ന് പറയുന്നത് പൊള്ളുന്ന സാധനം കൂടാണ്. നമ്മൾ പൊള്ളിയതിനാണിത് മരുന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തരി ഒട്ടും കാണാൻ പാടില്ല. ഉഷ്ണേന ശാന്തി എന്ന തത്വമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇതാ നോക്കൂ, തരി ഒട്ടുമില്ലാതെ ഇതെടുത്ത് ആയതിനു ശേഷം ഇതിൻ്റെ തരി നമ്മൾ മൊത്തം പോകണം. ഈ വിരലുകൊണ്ട് ഇങ്ങനെ ഉരച്ചുരച്ച് തരി കളയണം. തരി ഒട്ടും കാണാൻ പാടില്ല. അപ്പോൾ ഈ എണ്ണയ്ക്ക് പാലിൻ്റെ നിറമാകുന്നു. തരി കാണാൻ പാടില്ല, പാലിൻ്റെ നിറമാകും. എന്നിട്ട് കോഴിത്തൂവലെടുത്ത് ഇതിൽ മുക്കുന്നു. പൊള്ളിയ ഭാഗം, ഇപ്പോൾ നമ്മുടെ ഇവിടെയാണ് പൊള്ളിയതെങ്കിൽ ഇവിടെ പുരട്ടുക. പൊള്ളിയ ഭാഗത്ത് പുരട്ടുക. തോരത്തോര ഇടുക എന്ന് പറയും. തോരത്തോര ഇടുക എന്ന് പറയുമ്പോൾ നാടൻ ഭാഷ. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പുരട്ടുക. ഇങ്ങനെ പുരട്ടുമ്പോൾ 3 ദിവസം കഴിയുമ്പോൾ കരിയാൻ തുടങ്ങും. ഇത് എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞതെന്നാണ്. പണ്ട് എനിക്ക് ജാവ മോട്ടോർ സൈക്കിൾ ഉള്ളപ്പോൾ അതിൻ്റെ സൈലൻസർ കൊണ്ട് എൻ്റെ കാല് പൊള്ളി എന്ന് പറഞ്ഞാൽ ഒരു 1.5 പൊള്ളല കൂട്ടുകാരെ. അപ്പോൾ ഞാൻ ഈ മരുന്ന് ചെയ്തപ്പോൾ 3-ാം ദിവസം കരിയാൻ തുടങ്ങി. ആ പാട് വരെ പോയി. അതുകൊണ്ട് ആർക്കും പൊള്ളലുണ്ടാവരുതേ എന്ന് ഞാൻ പറയുകയാണ്. അബദ്ധവശാൽ ആർക്കെങ്കിലും പൊള്ളലുണ്ടായാൽ, എത്ര സീരിയസ് പൊള്ളലായാലും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പുരട്ടിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഭേദമാകും. താങ്ക് യു.